Watch India's largest kids library only on Jio Hotstar. Download the app now. എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാചക ഷോയിലേക്ക്. ഇതിന്റെ പേരാണ് എരിവും പുളിയും. ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്ന വിഭവത്തിന്റെ പേരാണ്. നീ ഇത്ര ഗൗരവത്തിൽ എന്താ കാണുന്നത്? അതെ, ഞാൻ എനിബഡി ക്യാൻ കുക്ക് പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക. ഞാൻ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. എന്റെ പത്തിലു നീ ഒരുപാട് കാലമായില്ല കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ഇന്ന് മുതൽ ഞാൻ നോക്കിക്കോളാം കിച്ചണിലെ ജോലികളെല്ലാം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എന്ന് വെച്ചാൽ നീ പേടിക്കൊന്നും വേണ്ടെന്നേ. ഞാൻ പറഞ്ഞു വന്നത് നീ ഒരുപാട് കാലമായില്ല കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു. കണ്ടില്ലേ, നീ ഇപ്പൊ ഒരുപാട് മെലിഞ്ഞു പോയി. ഇന്ന് മുതൽ നീ ഇരുന്ന് കഴിക്കും, ഞാൻ ഉണ്ടാക്കി തരും. അതുകൊണ്ടാണ് എനിബഡി ക്യാൻ കുക്ക് കാണുന്നത്. എനിബഡി ക്യാൻ കുക്കിൽ ഞാനും ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ശരി മോട്ടു, നിനക്കതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പുറത്തേക്ക് പോവാണ്. ഞാൻ എന്റെ കിച്ചനെ അലങ്കോലമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഫുർഫുറി നഗരത്തിൽ ഭൂകമ്പം വന്നു. പത്ലു, എന്റെ മുറിയിൽ നിന്ന് വളരെ ശബ്ദം കേൾക്കുന്നല്ലോ. നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? അതൊന്നുമില്ല ബോക്സറേട്ടാ. ഇന്നത്തെ കാര്യം എന്താന്ന് വെച്ചാ മോട്ടു ആണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്താ പറഞ്ഞത്? മോട്ടു ആഹാരം ഉണ്ടാക്കുന്നു. എന്റെ അമ്മോ, ഇതെന്തൊക്കെയാ? പത്ലു, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. പറ. വിളിച്ചെടുത്തല്ലോ. എനിക്ക് തോന്നുന്നു മോട്ടിനകത്തിട്ട് ആരോ പെരുമാറുന്നുണ്ട്. ആരായിരിക്കും? ബോക്സ് റേട്ടൻ ഇവിടെ തന്നെയാണല്ലോ ഉള്ളത്. ഏയ്, അകത്ത് വേറെ ആരും ഇല്ല. മോട്ടു തനിച്ച് അടുക്കളയിൽ യുദ്ധം ചെയ്തോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ഇതൊക്കെ? എല്ലാം തയ്യാറായോ? എല്ലാം റെഡി. ഹലോ എവരിബഡി, മീറ്റ് മൈ സെൽഫ് മോട്ടു ദ ഷെഫ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് എന്റെ ഈ കൈകൾ കൊണ്ട് സ്വാദുള്ള ഭക്ഷണങ്ങളാണ് പാചകം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും തന്നെ anybody can eat. ആരാണോ എന്റെ സത്യസന്ധമായ കൂട്ടുകാരൻ, അവൻ എന്റെ ഈ ഭക്ഷണം തീർച്ചയായും കഴിച്ചിരിക്കും. ശരി, എന്റെ കൂട്ടുകാരൻ മോട്ടു വലിയ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിത് വേഗം കഴിക്കാൻ പോവുക. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എന്റെ മോട്ടു സുഹൃത്തെ, നീ അടിപൊളി ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തൊരു ടേസ്റ്റ് ആണ് ഇത്. പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഒന്നും കള്ളം പറയുകയല്ലോ. ഡോക്ടർ ജഡ്ക ഭക്ഷണം ഒന്ന് കഴിച്ച് നോക്ക്, നിങ്ങൾ പറക്കാൻ തുടങ്ങും. മോട്ടു, സത്യത്തിൽ നീ ഇപ്പൊ മോട്ടു ദ ഷെഫായി മാറിയിരിക്കുകയാണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും രുചിയുള്ള ആഹാരം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലേട്ടാ. താങ്ക് യു all of you. പത്ലു, വരൂ, നമുക്ക് പോയൊന്ന് നോക്കാം ഈ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടെന്ന്. വരൂ. ശരി, പോയി നോക്കാം. രണ്ട് സൂപ്പ്. പത്ലു, ഈ സൂപ്പിൽ എന്തോ ഒരു സംഗതി കുറവുള്ളത് പോലെ ഇല്ലേ? അതെ, വെയിറ്റർ ചേട്ടാ. മോട്ടു, നീ ഷെഫിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്നാൽ എനിക്ക് ഇതൊക്കെ നന്നായിട്ട് തന്നെയാ തോന്നുന്നത്. ഹലോ സർ, നിങ്ങൾ എന്താ കഴിക്കാൻ പോകുന്നത്? നോക്കൂ വലിയേട്ടാ, ഈ ഹോട്ടൽ വളരെ നല്ലൊരു ഹോട്ടലാണ്. പക്ഷേ ഇവിടുത്തെ ഭക്ഷണത്തില് എന്തോ ഒരു കുറവുണ്ടല്ലോ.
നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ സാർ, ഞങ്ങളത് തീർച്ചയായിട്ടും ശരിയാക്കാൻ ശ്രമിക്കാം. ഇതിലെ ശകല ഉപ്പിന്റെ കുറവുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഓഹോ ശരി സാർ. കുരുമുളക് പൊടിയും നല്ല കുറവുണ്ട് കേട്ടോ. മതി, നീ കൂടുതൽ സംസാരിച്ചത്. ഞാനാണ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഷെഫ്. നീ എന്റെ പാചകത്തിൽ കുറ്റം കണ്ടുപിടിക്കുകയാണോ? നീ അത്രയും വലിയ ഷെഫ് ആണെങ്കിൽ നീ ഇപ്പോൾ തന്നെ എന്റെ കൂടെ ഷെഫ് കോമ്പറ്റീഷനിലേക്ക് വാ. അപ്പോൾ അറിയാം ആരാണ് ഏറ്റവും വലിയ ഷെഫ് എന്ന്. ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുത്തോളാം, എന്നിട്ട് ജയിച്ചും കാണിച്ചു തരാം. ശരി ശരി, അപ്പോൾ ഇന്ന് രാത്രി തന്നെ നിനക്കും എനിക്കും കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. എന്റെ അമ്മ മോട്ടു, നീ തന്നെ വിജയിക്കും. ഓൾ ദ ബെസ്റ്റ് 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 ബെസ്റ്റ്. ചേട്ടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, നീ സൂപ്പർ ആയിട്ട് കുക്ക് ചെയ്യണം. അത് കണ്ട് എല്ലാവരും ഞെട്ടണം. അതെ. സവാള അരിയുന്നത് ഇങ്ങനെ വേണം അരിയുവാൻ. ഇനി എന്താ ചെയ്യാ? ഇത് തന്നെ. എന്താ, നീ ഇവിടെ കുക്ക് ചെയ്യാൻ വന്നതാണോ അതോ കോമഡി ചെയ്യാൻ വന്നതാണോ? നിന്റെ മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കിയേ, എനിക്ക് ചിരി വരുന്നു. കോമഡി ഷോ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമല്ലോ, അപ്പോഴെന്തായാലും നിന്റെ തനി നിറം പുറത്ത് വരുമല്ലോ. ഹലോ, ഇവിടെ നോക്ക്. ഞാൻ 7 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പാചകം ചെയ്ത് എടുത്തിട്ട് വരാൻ പറഞ്ഞില്ലേ, എന്താ റെഡി ആയോ? സർ, മുഴുവൻ ഭക്ഷണവും റെഡിയാണ്. ഒരു ട്രോളിയിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. താങ്കൾ ഞങ്ങളുടെ ട്രോളിയിൽ പോയാൽ മതി. അതെ, ഞാൻ ആ ഹെഡ് ഷെഫ് ആരോടോ സംസാരിക്കുന്നത് കേട്ടോട്ടാ. സീതാറാമൻ മോട്ടുവിനോട് ഇങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. നിങ്ങൾ അനങ്ങാതെ അവന്റെ കൂടെ തന്നെ നിന്നാ മതി. ഞങ്ങള് പുറത്തു പോയി റെഡിമെയ്ഡ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രോളിയുടെ മേലെ ഒരു കണ്ണും വെച്ച് നിൽക്കാം. ഇനി ഇത് കുറച്ചിട്ടേക്കാം. എന്റെ അമ്മ, സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. എന്റെ അമ്മ. ചിങ്കം സാറേ, ചേട്ടാ, നീ എങ്ങോട്ടാ ഓടുന്നത്? സോറി മാഡം. തൽക്കാലം നീ റൂമിനകത്ത് ഇരിക്ക്. നീ എങ്ങനെ പുറത്തേക്ക് വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് ജയിലിനകത്തിടും. ചേടാ, ഈ ഷെഫ് എവിടെ പോയിന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ. ചേടാ, വേറെ വഴിയില്ലാതെ ഇതന്നെ ഞാൻ ടെസ്റ്റിന് കൊടുക്കണം തോന്നുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ജഡ്ജി നമ്മുടെ അച്ഛനല്ലേ, നമ്മളെ ജയിപ്പിക്കൂ. പത്തിലും ഇതെങ്ങാനും നീ കഴിച്ചാലുണ്ടല്ലോ, പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. കൂട്ടുകാരെ, ഞാൻ ഈ ഹോട്ടലിന്റെ ഓണർ സമീർ സിൻഹ. എന്റെ മകൻ സഞ്ജയ് ഇവിടെ ആരുടെയോ കൂടെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അതറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഈ കോമ്പറ്റീഷന്റെ ജഡ്ജ് ഞാൻ തന്നെയാണ്. ഇതെന്റെ മകൻ ചെയ്തത് തന്നെയായിരിക്കും. ഇവൻ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ ഇവനെ തന്നെ വിജയിപ്പിക്കണം. സഞ്ജയിന്റെ പാചകം വളരെ ഭംഗിയായിട്ടുണ്ട്. ഐ എം ഷുവർ ഇതിലും ഭംഗിയായിട്ട് മറ്റൊരാൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും മോട്ടുവിന്റെ പാചകവും ഒന്ന് പരിശോധിക്കണമല്ലോ. എന്റെ ദൈവമേ, ഇയാളെ രക്ഷിക്കണേ. അച്ഛാ, നിങ്ങൾ ജഡ്ജായിട്ട് വന്നിരിക്കുകയാണ്, എന്താ ചെയ്യുന്നത്? ഇങ്ങനെ കഴിക്കല്ലേ. ഇത് ഒരിക്കൽ രുചിച്ചു നോക്കിയവർക്ക് ആർക്കും തന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ?
സോറി സഞ്ജയ്, നീ എന്റെ മകനൊക്കെ തന്നെയാ. പക്ഷെ മോട്ടുവിന്റെ പാചകം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. മോട്ടുവിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അത്ര രുചികരമായിട്ടാണ് അവൻ ആഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, ഈ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ആരെന്നറിയണ്ടേ? മോട്ടു. താങ്ക് യു സർ. സാർ, നിങ്ങളുടെ മകൻ ആഹാരം ചേഞ്ച് ചെയ്യുന്ന പ്ലാൻ ഇട്ടതാണ്. 7 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് അദ്ദേഹം ആഹാരം കൊണ്ടുവരുത്തിയത്. പക്ഷെ ഞാൻ അതിനെ തടഞ്ഞു. ഓക്കെ, ഇതെന്തായാലും വളരെ ചതിയായി പോയി. സഞ്ജയ്, നിന്നെ ഞാൻ ജോലിയിൽ നിന്നും പുറത്താക്കുന്നു. വേണ്ട സാറേ, എന്റെ ഉദ്ദേശം ഇവിടെ ജോലി വാങ്ങുക എന്നതായിരുന്നില്ല. ഞാൻ എന്റെ കൂട്ടുകാരൊത്ത് ഫുർഫുറി നഗരത്തിൽ വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി. ആഹാ, മോട്ടു കൊള്ളാം. നിന്റെ ആഹാരം മാത്രമല്ല, മനസ്സും വളരെ നല്ലതാണ്. പ്ലീസ് ചിയർ മോട്ടു ദ ഷെഫ്. ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ. താങ്ക് യു. Watch India's largest kids library only on Jio Hotstar. Download the app now.